വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. L2E എമ്പുരാൻ ടീസർ ഇന്ന് റിലീസായിരിക്കുകയാണ്. ആസ് എ ലാലേട്ടൻ ഫാൻ ബോയ് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ടീസർ ആദ്യം കാണാം. ആദ്യം ടീസർ കണ്ടിട്ട് കൂടുതൽ ബാക്കി അഭിപ്രായങ്ങൾ പറയാം. നോർത്തേൺ ഇറാഖ്. ഡെത്ത് ടു ദ ഡെവിൾ. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ട്, സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. മിഷൻ ഇമ്പോസിബിൾ പോലെയൊക്കെ ഉണ്ട്. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abram Nexus in one place. This is our chance. Shall we move in? ഏതാ മോനെ ഫ്രെയിമൊക്കെ. സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. മോനെ അബ്രാം ഖുറേഷി. ഏതാ മോനെ ലുക്ക്, സീനല്ലേ. I hear gunshots. We're moving in. അബ്രാം This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ടീസർ. നല്ല രസമുണ്ട് കാണാൻ. ലൈക്ക് ആകെ മൊത്തത്തിലൊരു ഹോളിവുഡ് മയമുള്ള ടീസറാണ്. ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് അവർ നടന്നു പോകുന്ന സീനെ കാണാം. മിഷൻ ഇമ്പോസിബിൾ, പിന്നെ കണ്ടുള്ള എനിക്ക് പടങ്ങളുടെ ഒന്നും പേരൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മളെവിടേക്കോ കണ്ടു പറഞ്ഞ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സീനുകൾ, കളർ ഗ്രേഡിങ്, ബ്ലാസ്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു ഹോളിവുഡ് മയമാണ്. പിന്നെ അസ്യൂഷ്വൽ ലാലേട്ടൻ ഭീകര ലുക്കായിട്ടുണ്ട്. ഭയങ്കര ലുക്കായിട്ടുണ്ട് കാണാൻ. പിന്നെ ടീസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ മാസ സാധനം പ്രതീക്ഷിച്ചു, പക്ഷേ ഒരുപാട് മാസ സാധനങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ ഗ്ലിംസസ് മാത്രം തന്നിട്ട് പുതിയ ഫ്രഷ് ഡയലോഗുകളൊന്നുമില്ല. എല്ലാം പഴയ നമ്മുടെ ലൂസിഫറിനകത്തെ ഡയലോഗുകൾ വെച്ച് കുറച്ച് കട്ട്സുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഓവറായിട്ട് നമുക്ക് അങ്ങ് രോമാഞ്ചം കൊണ്ട് ചാടി എണ്ണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷേ ട്രെയിലറിൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും ഇതെന്ന് 100% പ്രതീക്ഷയുണ്ട്. കാരണം ഒരു പേര് പൃഥ്വിരാജ് സുകുമാരൻ. നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡയറക്ഷനായിരുന്നു ലൂസിഫർ. അതെങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫീല് എങ്ങനെയായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എമ്പുരാനിലും പുള്ളിക്കാരൻ യാതൊരു കോംപ്രമൈസും കാണിക്കത്തില്ല എന്നെനിക്ക് 100% പ്രതീക്ഷയുണ്ട്. സോ കുറേ നാളായിട്ട് നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്ന പടങ്ങളെല്ലാം തന്നെ വളരെയധികം ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. സോ ഇത് ഡെഫിനറ്റ്ലി ലാലേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെ ആയിരിക്കും എന്നെനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. എന്തായാലും കാണാം. മാർച്ച് 27 റിലീസാവും. ആൻഡ് ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ട്രെയിലറിൽ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാസ ഡയലോഗുകളും മാസ സീനുകളും എല്ലാം ട്രെയിലറിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ടീസർ കണ്ടതല്ലേ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ലാലേട്ടൻ്റെ കംബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം. ട്രെയിലർ കഴിയുമ്പോൾ പടത്തിന് വേണ്ടിയും കാത്തിരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.